എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. കപ്പയും ഉണക്കമീനും കൂടി മിക്സ് ചെയ്ത് സൂപ്പർ ടേസ്റ്റുള്ള റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ 3/4 കിലോ കപ്പയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നന്നായി കഴുകി കുറച്ച് വെള്ളത്തോടെ തന്നെ നമുക്ക് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിനാവശ്യമായ ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എന്താ കപ്പ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും നമുക്കിത് ഊറ്റിയെടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 5 ഉണക്ക മത്തി കഴുകി ക്ലീൻ ചെയ്തത് ഇട്ട് കൊടുത്തൊന്ന് പൊരിച്ചെടുക്കാം. മത്തി ഇടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ 4-5 വറ്റൽമുളകും കൂടി അതിലേക്കിട്ട് മൂപ്പിച്ചെടുക്കാം. മത്തി ഒരു സൈഡ് പരുവാകുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കാം. മുളക് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം. മത്തി 2 സൈഡ് നന്നായി മൊരിഞ്ഞു വരുമ്പോൾ അതും എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള എണ്ണ നമുക്ക് പിന്നീട് ആവശ്യം വരും. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ വറുത്ത് വെച്ച വറ്റൽമുളകും 4-5 ചെറിയ ഉള്ളിയും ഉണക്കമീൻ മുള്ളെല്ലാം കളഞ്ഞ് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇനി നേരത്തെ മീൻ വറുത്ത എണ്ണ ബാക്കിയിരുന്നതിലേക്ക് കുറച്ച് കടുകും ചുവന്നുള്ളിയും വറ്റൽമുളകും എല്ലാം കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം കൂടി നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്ര ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നീട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. കപ്പ 1 മിനിറ്റോളം ഈ അരപ്പിലിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയായ ഒരു ഐറ്റമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല മണവുമാണ്, അതുപോലെ സ്വാദുമാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.